ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സെനർ ഡയോഡിൻ്റെ കേസുകളായിരുന്നു അല്ലേ. അപ്പോൾ സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ എന്നുള്ള കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ് ഈ സെനർ ഡയോഡിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അത് പോകാനുണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഓരോരോ കേസുകളും എടുത്ത് നോക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് ഡീൽ ചെയ്യുന്നത് ദാറ്റ് ഈസ് യുവർ വി ഐ ആൻഡ് യുവർ ആർ എൽ ഫിക്സഡ്. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സർക്യൂട്ട് അറിയാം. വി ആർ ടേക്കിംഗ് എ സിമ്പിൾ സർക്യൂട്ട് ആർ. യു ആർ ഹാവിങ് എ ഇൻപുട്ട് വോൾട്ടേജ് വി ഐ. ദെൻ യു ആർ ഹാവിങ് എ സെനർ ഡയോഡ് അല്ലേ. സെനർ ഡയോഡ് ഉണ്ട്, വി സെഡ് വോൾട്ടേജ് സെനർ ഡയോഡ്. സിമിലർലി യു ആർ ഹാവിങ് ആൻ ആർ എൽ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഓൾറെഡി അറിയാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളിതിന് ഫിക്സഡ് ആണ്, രണ്ടും ഇതിൽ ഫിക്സഡ് ആണല്ലോ. വി ഐ വേരിയബിൾ അല്ല, അതുപോലെ ആർ എല്ലും വേരിയബിൾ, രണ്ട് ഫിക്സഡ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ സംഭവിക്കുക എന്നാണ് നോക്കാൻ പോകുന്നത്. ഇത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ. സിമിലർലി ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഒരു പി സെഡ് എം ഉണ്ട്. ഓക്കെ, പി സെഡ് എം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ മാക്സിമം പവർ ഡിസിപ്പേഷൻ കപ്പാസിറ്റി. നമ്മൾ സെനർ ഡയോഡിൻ്റെ മാക്സിമം പവർ ഡിസിപ്പേഷൻ കപ്പാസിറ്റി ഓഫ് എ സെനർ ഡയോഡാണ് പി സെഡ് എം എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മളൊരു സെനർ ഡയോഡായിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ സർക്യൂട്ട് എങ്ങനെയായിരിക്കണം? ഇഫ് യു വാണ്ട് ടു യൂസ് യുവർ സെനർ ഡയോഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ, then we have to reverse bias it. അത് ഒന്നാമത്തെ കണ്ടീഷൻ അല്ലേ. റിവേഴ്സ് ബയാസ് ഇറ്റ് ആൻഡ് ഓൾസോ അച്ചീവ് ബ്രേക്ക് ഡൗൺ അല്ലേ. ബ്രേക്ക് ഡൗൺ എന്ത് ചെയ്യണം? അച്ചീവ് ചെയ്യണം. എന്നാലും മാത്രമേ അത് ആക്ട് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജനറൽ അപ്പോൾ രണ്ട് കണ്ടീഷൻ റിവേഴ്സ് ബയാസ് അല്ലെങ്കിൽ രണ്ട് കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഏതൊരു സാധനം കിട്ടിയാലും യു ഹാവ് ടു ഡിറ്റർമൈൻ ദ സ്റ്റേറ്റ് ഓഫ് യുവർ സെനർ ഡയോഡ്. സെനർ ഡയോഡിൻ്റെ സ്റ്റേറ്റ് നമ്മൾ ആദ്യമേ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് വി ആർ യൂസിങ് യുവർ തെവെനിൻസ് തിയറം. ഓക്കെ, നമ്മൾ തെവെനിൻസ് തിയറമാണ് ഇവിടെ മെയിനായിട്ട് അപ്ലൈ ചെയ്യുന്നത്. തെവെനിൻസ് തിയറം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വോൾട്ടേജ് ആണ്, നമ്മൾ ഏത് വോൾട്ടേജ് ആണോ ഉള്ളത് സെനറിൻ്റെ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യണം? വോൾട്ടേജ് എടുക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്യണം അല്ലേ. കറണ്ടിൻ്റെ സാധനമാണെങ്കിൽ കറണ്ട് സർക്യൂട്ട് ആണെങ്കിൽ ഷോർട്ട് ചെയ്യണം. ഈ ഒരു പ്രിൻസിപ്പിളാണ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യണം? ഓപ്പൺ ചെയ്യണം അല്ലേ. അപ്പോൾ ആ ഒരു പ്രിൻസിപ്പിളിലൂടെ കടന്നു പോകുമ്പോൾ വാട്ട് വിൽ ബി യുവർ ഫിഗർ അല്ലെങ്കിൽ ഫിഗർ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമ്മൾ വോൾട്ടേജ് ആണ് എടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഫിഗർ എങ്ങനെയാണ് വരിക. ഇത് വി ഐ തന്നെ, ഇതിന് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ ഇത് ആറ് തന്നെ. ഇത് എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? ഓപ്പൺ ചെയ്യും, ശരിയല്ലേ. പിന്നെ ഇത് എന്താണ്? ദിസ് വിൽ ബി യുവർ ആർ എൽ. ക്ലിയർ? അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിസ് ഈസ് യുവർ വി ടി എച്ച്. നമ്മൾ തെവെനിൻസ് വോൾട്ടേജ് എന്ന് വിളിക്കുക. സിമിലർലി ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജാണ് വി എൽ, ലോഡ് വോൾട്ടേജ്. ക്ലിയർ? അപ്പോൾ ഒരു ഐ കറണ്ട് ഇതിലെ പാസ് ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ലൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തെവെനിൻസ് നമ്മൾ എന്ത് ചെയ്യുന്നതെങ്കിൽ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മളെപ്പോഴും പ്രോബ്ലം ചെയ്യുമ്പോൾ കമ്പയർ യുവർ വി ടി എച്ച് ആൻഡ് യുവർ വി സെഡ് ഇൻ ദ ക്വസ്റ്റ്യനിൽ കാണുന്ന വി ടി എച്ചും വി സെഡും എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ രണ്ട് കേസുകൾ പഠിക്കണം. അതിൽ കേസ് 1 എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യുവർ വി ടി എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി സെഡ്. ഇതായിരുന്നു നമ്മൾ കണ്ടീഷൻ, എന്ത് വോൾട്ടേജ് റെഗുലേറ്റർ ആക്ട് ചെയ്യണം. അതായത് യുവർ വോൾട്ടേജ് അക്രോസ് യുവർ സെനർ ഡയോഡ്, നിങ്ങൾ വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡാണ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് വി ടി എച്ച് എന്ന് പറഞ്ഞത്. അത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വി സെഡ്. അപ്പോൾ നിങ്ങളുടെ ഡയോഡ് എന്താവും? യുവർ ഡയോഡ് വിൽ ബി ഓൺ. അതായത് അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ട്? ബ്രേക്ക് ഡൗൺ ഒക്കർ അല്ലേ. ബ്രേക്ക് ഡൗൺ ഒക്കേർഡ് അല്ലെ, ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ്. സിമിലർലി നിങ്ങളുടെ കേസ് 2 എന്താണ്? വാട്ട് ഈസ് യുവർ കേസ് 2? കേസ് 2 എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യുവർ വി ടി എച്ച് ഈസ് ലെസ് ദാൻ വി സെഡ്, നിങ്ങളുടെ സെനർ ഡയോഡ് എന്താണ്? ഓഫ് ആണ്. അതായത് അവിടെ എന്തില്ല? ബ്രേക്ക് ഡൗൺ ഇല്ല അല്ലേ, നോ ബ്രേക്ക് ഡൗൺ ഒക്കേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ കേസ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. അതിന് മുന്നേ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന നമ്മളുടെ വി ടി എച്ച് നമുക്ക് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വോൾട്ടേജ് വെച്ച് തന്നെ നമ്മുടെ കെ വി എൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ എന്ത് വരും? യു ലൈക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് തരത്തിൽ ഏതാ എന്ത് ചെയ്യാം? ഇത് നമ്മൾ ആദ്യം കാണുന്ന സാധനത്തിന് നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ മൈനസ് വി ഐ, പിന്നെ ഇത് പ്ലസ് മൈനസ് അസ്യൂം ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ പ്ലസ് ഐ ആർ
പിന്നെ നോക്കുമ്പോൾ ഇവിടെ പിന്നെയും പ്ലസ്. അപ്പോൾ പ്ലസ് വി ടി എച്ച് ഇല്ല, പ്ലസ് ഇത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഈ പ്ലസ് ഓർ മൈനസ് അല്ലെങ്കിൽ പ്ലസ് വി എൽ ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ മൈനസ് വി ഐ പ്ലസ് ഐ ആർ പ്ലസ് ഐ എൽ. ഇതിലെ ഫ്ലോ ചെയ്യുന്ന ഐ അല്ല, ഐ തന്നെയാണല്ലോ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഐ ഇൻറ്റു ആർ എൽ ഈക്വൽ ടു 0. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഐ എത്ര കിട്ടും? യു വിൽ ഗെറ്റ് ഐ ആസ് വി ഐ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ എൽ. ശരിയാണല്ലോ, വി ഐ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ എല്ലിന് കിട്ടും. ഓക്കെ, ഇതിന് പകരം നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം? നമ്മൾ നേരത്തെ റിവേഴ്സ് ആയിട്ട് അപ്ലൈ ചെയ്യാം. അതായത് ഇത് വി ഐ ആയിട്ട് എടുക്കുക, ഇത് പോസിറ്റീവ് എടുക്കുക, പ്ലസ് വി ഐ മൈനസ് ഐ ആർ മൈനസ് ഐ ഇൻറ്റു ആർ എൽ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കെ വി എൽ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അത് ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക കെ വി എല്ലിൻ്റെ പുറത്ത്. ഓക്കെ, പിന്നെ അറിയേണ്ട ഒരു കേസ് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ വി ടി എച്ച് തന്നെയല്ലേ വി എൽ, രണ്ടും ഒരേ വോൾട്ടേജ് തന്നെയല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? വി ടി എച്ച് ഈക്വൽ ടു വി എൽ എന്ന് എഴുതാമല്ലോ. വി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ ഇൻറ്റു ആർ എൽ, ശരിയല്ലേ. അപ്പോൾ നമ്മളത് ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ എന്താവും? യു വിൽ ഗെറ്റ് യുവർ വി ടി എച്ച് ആസ് ഐ എന്ന് പറയും, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് വരും? വി ഐ ഇൻറ്റു ആർ എൽ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ എൽ. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ തെവനിൻ വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മുടെ വോൾട്ടേജ് അക്രോസ് യുവർ സെനർ ഡയോഡ്. ഓക്കെ, അപ്പോൾ വി ടി എച്ച് ആണ് വാട്ട്? വി ടി എച്ച് ഈസ് നത്തിങ് ബട്ട് യുവർ വോൾട്ടേജ് അക്രോസ് ദ സെനർ ഡയോഡ്. സെനർ ഡയോഡിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് ഇത്, ശരിയല്ലേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് ഓൺ ആണോ ഓഫ് ആവാണോ എന്നുള്ള കണ്ടീഷനാണ് അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ സെക്കൻഡ് കേസ് എടുക്കാം. അപ്പോൾ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വെൻ യുവർ ഡയോഡ് ഈസ് ഓഫ് അല്ലെ, ഓഫായ കേസ്, അതാണ് നമ്മൾ കേസ് 2. അതായത് ഈ സാധനം എന്താണ്? ഓപ്പൺ സർക്യൂട്ടാണ്. ക്ലിയർ? അപ്പോൾ ആ സമയത്തുള്ള നമ്മുടെ ഫിഗർ എങ്ങനെയാണ് വരിക? ഇറ്റ് ഈസ് ലുക്കിംഗ് ലൈക്ക് ദിസ്. ഇത് വി ഐ, ദെൻ ഇത് ആറ്, പിന്നെ ഇതെന്താണ്? ഓപ്പൺ ആണ് അല്ലേ. അപ്പോൾ ഇതെന്താണ്? ഇതിൻ്റെ ക്രോസ് നമ്മുടെ ആർ എൽ ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇതിൻ്റെ പ്ലസ് ഓർ മൈനസ് വി എൽ. ഓക്കെ, പിന്നെ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ സെഡ്, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ എൽ അല്ലേ, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ ആർ എന്ന് എടുക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അസ്യൂം ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ അറിയേണ്ടത് ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് വി ആർ ആണ്, ശരിയല്ല, കാരണം ആറിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് വി ആർ. ഇനി നമ്മൾ ഇതിൽ ഓരോ കാര്യങ്ങൾ അസ്യൂം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐ സെഡ് ഇതിൻ്റെ അക്രോസ് ഉള്ള കറണ്ട് എത്രയാണ്? ഐ സെഡ് ഇതിൻ്റെ പാസ് ചെയ്യുന്ന കറണ്ട് ഇത് 0 അല്ലേ. അപ്പോൾ വേണ്ടതാണ് പവർ എത്രയാണ്? പവറും എത്ര തന്നെയാണ്? 0 ആണ് വരിക. പവർ എന്ന് പറഞ്ഞാൽ ഐ സെഡ് ഇൻറ്റു വി സെഡ്, അത്രയാണ് 0 അല്ലേ. അപ്പോൾ അതാണ് ആ കേസിൽ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോണ്ട കാര്യങ്ങൾ. പിന്നെ ഇവിടെ നമ്മൾ ഐ ആർ എത്രയാണ്? ഐ ആർ എന്ന് പറഞ്ഞാൽ ഐ സെഡ് പ്ലസ് ഐ എൽ, ശരിയല്ലേ. ഐ സെഡ് 0 അല്ലേ. അപ്പോൾ നമ്മളുടെ ഐ ആർ എത്ര കിട്ടും? യു വിൽ ബി ഐ ആർ വിൽ ബി ഐ എൽ. ക്ലിയർ? അതാണ് ഐ സെഡ് 0 ആണ്. അപ്പോൾ ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എൽ തന്നെയാണ്. നിങ്ങളുടെ ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഈ വി ഐ ടോട്ടൽ വോൾട്ടേജ് വി ഐ ഡിവൈഡ് ബൈ യുവർ സം ഓഫ് യുവർ 2 റെസിസ്റ്റേഴ്സ്, അതാണ് ആർ പ്ലസ് ആർ എൽ, ശരിയല്ലേ. ഐ ആർ ഈക്വൽ ടു ഐ എൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഐ എൽ എന്ന് എഴുതാം. നിങ്ങളുടെ വി ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ആർ എന്ന് പറഞ്ഞാൽ ഐ ആർ ഇൻറ്റു ആർ, ശരിയാണല്ലോ. ഐ ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? വി ഐ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് ആർ എൽ, ശരിയല്ലേ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ എന്ത് ഇക്വേഷൻ? വി ആറിൻ്റെ ഇക്വേഷൻ. നമുക്ക് വി എൽ എങ്ങനെ കിട്ടും? യു വിൽ ഗെറ്റ് വി എൽ ആസ് ഐ എൽ ഇൻറ്റു ആർ എൽ, ശരിയല്ലേ. അപ്പോൾ വി ആറും കിട്ടും, നമുക്ക് വി എൽ കിട്ടാനുള്ള കാര്യങ്ങൾ മൊത്തം ആയി. ഇനി ഇതാണ് ഒന്നാമത്തെ കേസിൽ നമ്മളുടെ വി ആറും വി എല്ലും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് വെൻ ഡയോഡ് ഓൺ, അതായത് ഫസ്റ്റ് കേസ്. നേരത്തെ നമ്മൾ സെക്കൻഡ് കേസാണ് ഡിസ്കസ് ചെയ്ത്, നമ്മൾ ഫസ്റ്റ് കേസാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൻ്റെ കാര്യത്തിൽ എങ്ങനെ വരും നോക്കാം. ഇത് വി ഐ പ്ലസ് ഓർ മൈനസ് വി ഐ, സിമിലർലി യുവർ ആറ്. ഇത് ഓണായി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡയോഡാണ് ഓണാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ സാധനം ഓണാവുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് റീപ്ലേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇങ്ങനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഓക്കെ, അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ റീപ്ലേസ് ചെയ്തു. ദെൻ കംപ്ലീറ്റ് യുവർ സർക്യൂട്ട്. ബാക്കി എന്താ ഉള്ളത്? നമ്മുടെ കയ്യിൽ ആർ എൽ ഉണ്ട്. ഓക്കെ, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മുടെ ആര്? ഇതാണ് ഐ എൽ, ഇതാണ് നിങ്ങളുടെ എന്ത്? ഐ സെഡ്.
ശരിയല്ലേ? അതായത് ഇത് പ്ലസ് ഓർ മൈനസ് വി സെഡ് ആണ്. അതുപോലെ തന്നെ ഇത് പ്ലസ് ഓർ മൈനസ് വി ആർ ആണ്. ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് നമ്മുടെ എന്ത് IR. ഓക്കെ, അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതിൽ പ്രകാരം നമ്മുടെ IR എത്രയാണ്? IR വിൽ ബി IZ പ്ലസ് IL. കറക്റ്റ്. ഇതിൽ IZ എന്ന് പറഞ്ഞാൽ മാത്രം എങ്ങനെ കിട്ടും? ഇറ്റ് വിൽ ബി IR മൈനസ് IL. ഇതിൽ IR എന്ന് പറഞ്ഞാൽ എത്രയാണ്? IR എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനമല്ലേ? ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ VI മൈനസ് VZ ഡിവൈഡഡ് ബൈ R അല്ലേ? ഇതാ IR എന്ന് പറഞ്ഞാൽ VI മൈനസ് VZ ഡിവൈഡഡ് ബൈ R. ദെൻ IL എന്ന് പറഞ്ഞാൽ ലോഡിൽ അക്രോസുള്ള കറണ്ട്, ദാറ്റ് വിൽ ബി യുവർ VL ഡിവൈഡഡ് ബൈ RL. അതായത് ഇതിൻ്റെ അക്രോസ് VL ആണല്ലോ, ഇത് പ്ലസ് ഓർ മൈനസ് VL അല്ലേ. അപ്പോൾ VL ബൈ RL എന്ന് പറയാം. അല്ലെങ്കിൽ VL എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയാണ്? VZ അല്ലേ? അല്ല, VL എന്ന് പറഞ്ഞാൽ VZ തന്നെയല്ലേ. അപ്പോൾ VZ ഡിവൈഡഡ് ബൈ RL എന്നും പറയാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇവിടെ VZ ഈ IZൻ്റെ സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? യുവർ IZ വിൽ ബി VI മൈനസ് VZ ഡിവൈഡഡ് ബൈ R മൈനസ് VZ ഡിവൈഡഡ് ബൈ RL. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ പവർ എടുക്കുമ്പോൾ എന്ത് വരും? യുവർ പവർ വിൽ ബി IZ ഇൻറ്റു VZ. അപ്പോൾ ഈ IZന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ VI മൈനസ് VZ ഡിവൈഡഡ് ബൈ R മൈനസ് VZ ഡിവൈഡഡ് ബൈ RL. ഒറ്റ ടേം അല്ലേ? ഇത് ഒറ്റ ടേമാണ്. മൈനസ് VZ ഡിവൈഡഡ് ബൈ RL ഇൻറ്റു VZ. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മളുടെ PZ, അതായത് നമ്മൾ പവർ മാക്സിമം. ഓക്കെ, എന്താണ് നമ്മുടെ കണ്ടീഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ പവർ അക്രോസ് യുവർ ഡയോഡ് യുവർ PZ ഷുഡ് ബി ലെസ് ദാൻ PZM. ഓക്കെ, ഈ ഒരു കണ്ടീഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. PZM എന്ന് പറയുന്നത് എന്താ? മാക്സിമം പവർ ഡിസിപ്പേഷൻ കേപ്പബിലിറ്റി ഓഫ് യുവർ സെനർ ഡയോഡ്. ശരിയല്ല? അപ്പോൾ എപ്പോഴും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അല്ലെങ്കിൽ നമ്മൾ PZ ലെസ് ദാൻ PZM ആവുന്നുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ മാക്സിമം പവറിൻ്റെ മുകളിൽ പോകാൻ പാടില്ല. അപ്പോൾ ഈ നമ്മൾ കിട്ടുന്ന PZ എപ്പോഴും ഏതായിരിക്കണം? ഈ ഒരു മാക്സിമം പവർ ഡിസിപ്പേഷൻ കേപ്പബിലിറ്റീനെക്കാട്ടി കുറവായിരിക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം, അപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഓക്കെ, നമ്മൾ കണ്ടുപിടിക്കേണ്ടത് VL കാണണം, VR കാണണം, IZ കാണണം, PZ കാണണം. ഓക്കെ, നമ്മളെ സർക്യൂട്ട് ഇതാണ് നിങ്ങളുടെ 16 വോൾട്ട്. ഓക്കെ, VI എന്ന് പറയുന്ന സാധനം. ഇത് നമ്മൾക്ക് 1K. ഇത് നമ്മുടെ കയ്യിലുള്ളത് ഇറ്റ് വിൽ ബി VZ എത്രയാണ്? 10 വോൾട്ടും അതുപോലെ നമ്മളെ PZM എത്രയാണ്? 30 മില്ലി വാട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള സാധനം 1.2 kയുമാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ കംപ്ലീറ്റ് വാല്യൂസിന് നമ്മൾ എന്ത് ചെയ്യണം? പുട്ട് ചെയ്ത് നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. നമുക്ക് VI അറിയാം, എത്രയാണ്? 16 വോൾട്ട്. നിങ്ങളുടെ R എത്രയാണ്? 1 കിലോ ഓം. സിമിലർലി നിങ്ങളുടെ RL ലോഡ് അക്രോസ് റെസിസ്റ്റൻസ് 1.2 K. സിമിലർലി നമ്മുടെ VZ സെനറിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് 10 വോൾട്ട്. നിങ്ങളുടെ PZM തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 30 മില്ലി വാട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നേരത്തെ പോലെ തെവനിൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ തെവനിൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇത് പ്ലസ് ഓർ മൈനസ് 16 വോൾട്ട്, ഇത് 1K. ഇതെന്ത് ചെയ്യും? ഇത് ഓപ്പൺ ആവും. ശരി, അതായത് ഇത് പ്ലസ് ഓർ മൈനസ് VTH. ഓക്കെ, പിന്നെ ഇത് നോക്കുമ്പോൾ എത്ര കിട്ടും? ഇറ്റ് വിൽ ബി 1.2 K. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ VTH എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഇത് VL അല്ലേ? അപ്പോൾ നിങ്ങളുടെ VTH എന്ത് തന്നെയാണ്? VL തന്നെയാണ്. നിങ്ങളുടെ VL എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ പാസ് ചെയ്യുന്ന കറണ്ട്. അതായത് ഇതിപ്പോൾ സപ്പോസ് ഇത് ഇങ്ങനെയാണ് കറണ്ട് പാസ് ചെയ്യുന്നത്. ഈ പാസ് ചെയ്യുന്ന കറണ്ട് അതിന് I എന്ന് എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇതിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I എന്ന് പറയാം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? യുവർ VTH ഇസ് ഈക്വൽ ടു VL ആണ് കേട്ടോ, VL. അപ്പോൾ എന്ത് കിട്ടും? യുവർ IL അല്ലെങ്കിൽ നമ്മുടെ I ഇൻറ്റു യുവർ റെസിസ്റ്ററിന് എത്ര? 1.2 K അല്ലേ? അപ്പോൾ VTH എത്ര കിട്ടി? VTH ഇസ് ഈക്വൽ ടു I. അപ്പോൾ നമ്മൾ I കാണണം. I ഇൻറ്റു 1.2 K ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ I കാണണമല്ലോ. I നമുക്ക് ഈ ഫിഗറിന് കിട്ടും. I എങ്ങനെ കിട്ടും? നിങ്ങൾ KVL അപ്ലൈ ചെയ്യൂ. KVL അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? യു വിൽ ഗെറ്റ് 16 മൈനസ് I ഇൻറ്റു 10⁻³ മൈനസ് ഇവിടുത്തെ I അല്ലേ? അപ്പോൾ I ഇൻറ്റു 1.2
കെ ഈക്വൽ ടു 0. ശരിയല്ലേ? അപ്പോൾ എന്ത് കിട്ടും? യുവർ ഐ വിൽ ബി ഗെറ്റിംഗ് എ 7.27 മില്ലി ആംപിയർ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്ര കിട്ടും? യു ഗെറ്റ് 7.27 മില്ലി ആംപിയർ ഇൻറ്റു യുവർ 1.2 കെ. 1.2 into 10⁻³ you will get VTH as 8.72 volts. Okay, you will get your VTH as 8.72 volt കിട്ടി. നിങ്ങൾ ഈ VTHന് VZ-ന് കമ്പയർ ചെയ്യൂ, നമുക്ക് എന്ത് കിട്ടും? VZ എത്രയാ? VZ 10 വോൾട്ട് ആണ്. അപ്പോൾ VZ അല്ലെങ്കിൽ VTH ഈസ് ലെസ് ദാൻ VZ, അതായത് 8.72 ഈസ് ലെസ് ദാൻ യുവർ 10 വോൾട്ട്. ശരിയല്ലേ? അപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ എന്താണ്? സെനർ ഡയോഡ് ഓൺ ആണ് കണ്ടീഷൻ. ഈ വോൾട്ടേജ് അക്രോസ് സെനർ ഡയോഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു VZ ആവണം. അപ്പോൾ ഈ കണ്ടീഷൻ പ്രകാരം നമ്മളെ സെനർ ഡയോഡ് എന്താണ്? ഈ കണ്ടീഷൻ പ്രകാരം നമ്മളെ സെനർ ഡയോഡ് വിൽ ബി റിമൈനിങ് ഓഫ്. ഇല്ല, അപ്പോൾ നമ്മൾ ഏത് കേസ് അപ്ലൈ ചെയ്യേണ്ടി വരും? യു ഹാവ്, അപ്പോൾ ഇതേതാ കേസ്? കേസ് 2 ആണ്. ശരിയല്ലേ? അതായത് നമ്മൾ കേസ് 1 നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കേസ് 1 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഓക്കെ, അപ്പോൾ കേസ് 1 ആണ് നമ്മൾ ഇനി അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ കേസ് 1 അപ്ലൈ ചെയ്യുമ്പോൾ സർക്യൂട്ട് വിൽ ലുക്ക് ലൈക്ക് ദിസ്. സർക്യൂട്ടിന് വലിയ ചേഞ്ച് ഒന്നുമില്ല, ചെറിയൊരു ചേഞ്ച് അല്ല. 16 വോൾട്ട്, ഇത് 1K. ഓക്കെ, ഇത് ഓപ്പൺ ആവും അല്ല, ഇത് ഓപ്പൺ ആവാന്ന് പറഞ്ഞാൽ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്താണ്? IZ ആണ്. ഇതിലെ പാസ് ചെയ്യുന്ന പവർ PZ. ഓക്കെ, ഇത് എത്രയാണ്? ഇത് 1.2K അല്ലേ? പിന്നെ ഇത് പ്ലസ് ഓർ മൈനസ് VL, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IR. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇതിലെ ഫ്ലോ ചെയ്യുന്ന വോൾട്ടേജ് പ്ലസ് ഓർ മൈനസ് VR. ഓക്കെ, അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് IZ എത്രയാണ്? 0 അല്ലേ? ഓപ്പൺ അല്ലേ? അതുപോലെ നമ്മുടെ PZ എത്ര തന്നെ ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ IR എന്ന് പറഞ്ഞ സാധനം എന്തായിരിക്കും? യുവർ IR വിൽ ബി ഈക്വൽ ടു IL, അതായത് ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IL പ്ലസ് IZ 0 ആണെന്ന് മനസ്സിലായി. അപ്പോൾ IR എന്താണ്? IR ഈക്വൽ ടു IL. ഇനി നമ്മൾ ഇതിലെ VR നോക്കുക. VR എന്ന് പറഞ്ഞാൽ ഇതാ ഈ VR. അപ്പോൾ VR എത്ര കിട്ടും? VR ഈസ് ഈക്വൽ ടു IR ഇൻറ്റു യുവർ റെസിസ്റ്റർ, അതായത് 10⁻³ ഓക്കെ, IR എത്രയാണ്? IR എന്ന് പറഞ്ഞാൽ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതായത് ടോട്ടൽ കറണ്ട് തന്നെയാണ്. അപ്പോൾ 16 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1.2K. ശരിയല്ലേ? അതെത്ര കിട്ടും? നേരത്തെ പോലെ തന്നെ 7.27 മില്ലി ആംപിയർ, അതിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. VL എത്ര കിട്ടും? VL എന്ന് പറഞ്ഞാൽ എന്താ? IL ഇൻറ്റു RL. അതെത്ര കിട്ടും? IL ഇൻറ്റു RL 1.2K. അപ്പം എത്ര കിട്ടും? IL എന്ന് പറഞ്ഞാൽ RL ആണെന്ന് നമുക്കിവിടെ പ്രൂവ് ചെയ്തു. നമുക്ക് IL-ന് പകരം RL-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ വാല്യൂ എടുത്ത് എന്ത് ചെയ്യുക? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 7.27 ഇൻറ്റു 1.2K, അതാണ് നിങ്ങളുടെ എന്ത്? VL. അപ്പോൾ യുവർ ടോട്ടൽ വോൾട്ടേജ് VL വിൽ ബി 8.64 വോൾട്ട്. എത്രയാണ്? യുവർ ടോട്ടൽ വോൾട്ട് VL ഈസ് ഈക്വൽ ടു 8.64 വോൾട്ട് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ VL കിട്ടി. അപ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും കാണാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ VTH കിട്ടി, അതുപോലെ VR കിട്ടി, സിമിലർ നമ്മുടെ VL കിട്ടി, നമ്മുടെ IZ കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ PZ-ഉം കിട്ടും അല്ലേ? അപ്പോൾ IZ-ഉം PZ-ഉം ഒക്കെ എന്താണ്? നമ്മൾ 0 ആണെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചു അല്ലേ? അപ്പോൾ ഈ ഒരു മെത്തേഡിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഓരോ പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യാൻ? സോൾവ് ചെയ്യാൻ. അപ്പോൾ VR-ഉം VL ഒക്കെ കാണലായിരുന്നു നമ്മൾ അൾട്ടിമേറ്റ് ചെയ്യും. നമ്മൾ അത് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഡയോഡ് ഓഫ് ആവുന്ന കേസും ഓൺ ആവുന്ന കേസും ഒക്കെ നമ്മൾ പറഞ്ഞു. എപ്പോഴാണ് ഓൺ ആവുക, എപ്പോഴാണ് നമ്മുടെ എന്താ ഓഫ് ആവുക എന്നുള്ള കേസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് കേസിലേക്ക് പോവാം. എന്താണ് സെക്കൻഡ് കേസ്? സെക്കൻഡ് കേസ് ഈസ് VI എന്താണ്? VI ഫിക്സഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ RL എന്താണ്? വേരിയബിൾ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കേസ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ എന്തൊക്കെ കാണണം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇനീഷ്യലി നമ്മൾ ആ സർക്യൂട്ട് വരയ്ക്കുക. VI ഫിക്സഡ് ആണ്. VIക്ക് മാറ്റങ്ങളൊന്നുമില്ല. ഇവിടെ R ഉണ്ടാവും, ഇവിടെ പ്ലസ് ഓർ മൈനസ് VR ഉണ്ടാവും, ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് IR, അതെല്ലാം ഒന്ന് തന്നെ, അതൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. ഇവിടെ നമ്മുടെ ജനർ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ ആണ് വ്യത്യാസം വരുന്നത്. ഇവിടെ എന്താണ്? RL ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ RL എന്താണ്? വേരിയബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് ഓർ മൈനസ് VL ആണ്. സിമിലർലി ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? IZ-ഉം ഇതിലെ സെനർ വോൾട്ടേജ് VZ-ഉം പവർ എന്താണ്? PZM ആണ്. ഓക്കെ, അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണ്? IL.
ക്ലിയർ. അപ്പോൾ ഈ RL വേരിയബിൾ എന്ന് പറഞ്ഞു. വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്ത് വാല്യൂ ആവാം, മിനിമം വാല്യൂ മാക്സിമം വാല്യൂ ഒക്കെ ആവാം. അപ്പോൾ വേരിയബിൾ വേരി എന്ന് വെച്ചാൽ ഇപ്പോൾ RL 0 ആണെന്ന് വിചാരിക്കും. ഇഫ് യുവർ RL ഈക്വൽ ടു 0, RL 0 എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് എങ്ങനെ വരിക? RL 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്യൂട്ട് എങ്ങനെ വരും? ഇതാണ് V ± ഇത് R, ഇവിടെ നിങ്ങളുടെ ജനറൽ ഉണ്ട്. RL 0 എന്ന് പറഞ്ഞാൽ യുവർ സർക്യൂട്ട് വിൽ ബി ഷോർട്ട്. ശരിയല്ലേ? സർക്യൂട്ട് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിലെ ഫ്ലോ ഇല്ല. ഈ ജനറലെ എന്ത് ചെയ്യില്ല, ഫ്ലോ ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ VTH ആണ് എടുക്കുന്നതെങ്കിൽ VTH എത്ര വരും? 0 വരും അല്ലേ? നിങ്ങളുടെ VTH 0 എന്ന് പറഞ്ഞ സ്ഥിതിക്ക് VTH ഈസ് ലെസ് ദാൻ VZ, അതായത് നിങ്ങളുടെ ഡയോഡ് എന്താവും? ഓഫ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ അങ്ങനെ വരെ ആവാം. അപ്പോൾ ഇങ്ങനെ ആവുന്ന കേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ മിനിമം RL, വി ഹാവ് ടു ഫൈൻഡ് യുവർ മിനിമം RL മിനിമം കാണണം. എന്തിന്? ദാറ്റ് വിൽ ടേൺ ഓൺ ദ ഡയോഡ് ടേൺ ഓൺ ചെയ്യാനുള്ള മിനിമം റെസിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം? കാണണം. സിമിലർലി നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം കാണുന്നുണ്ട്, റേഞ്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ കാണാൻ പോകുന്ന കണ്ടീഷൻ ഫോർ മിനിമം RL. ഓക്കെ, മിനിമം RL കിട്ടാനുള്ള പ്രോബ്ലം അല്ലെങ്കിൽ അതാണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, മിനിമം RL കിട്ടണമെങ്കിൽ നിങ്ങളുടെ വോൾട്ടേജ് അക്രോസ് യുവർ സെനർ ഡയോഡ് അത് എത്രയായിരിക്കണം? മിനിമം RL കിട്ടണമെങ്കിൽ അത് മിനിമം ടേൺ ഓൺ വേണം. അതെന്തായിരിക്കും? അത് VZ ആയിരിക്കുമല്ലോ. എന്നാലും മാത്രമല്ലേ ടേൺ ഓൺ ആവുള്ളൂ. അപ്പോൾ വോൾട്ടേജ് അക്രോസ് യുവർ സെനർ ഡയോഡ് ഈക്വൽ ടു VZ. ദിസ് ഈസ് ദ കണ്ടീഷൻ വെൻ യുവർ RL ഈസ് മിനിമം. RL ഈസ് മിനിമം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഇൻസ്റ്റൻസ് നമ്മളെടുത്ത് നോക്കാനാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ നോക്കുന്നത് VTH കാണാനാണ് പോകുന്നത്. ഓക്കെ, VTH കാണാം നമുക്ക്. അപ്പോൾ VTH എന്ന് പറഞ്ഞാൽ എന്താണ്? VTH എന്ന് പറഞ്ഞാൽ തെവനിൻസ് വോൾട്ടേജ് അല്ല. അപ്പോൾ VTH ഈസ് ഈക്വൽ ടു വാട്ട്? VTH ഈക്വൽ ടു വാട്ട്? VI ഇൻറ്റു നമ്മൾ നേരത്തെ കണ്ടതല്ലേ RL ഡിവൈഡഡ് ബൈ R പ്ലസ് RL. ഓക്കെ, RL ഡിവൈഡ് ബൈ R പ്ലസ് RL. ഇത് തന്നെയാണ് നിങ്ങളുടെ VZ. ഇതിലുള്ള വോൾട്ടേജ് തന്നെയാണ് VZ. അത് തന്നെയാണ് നമ്മുടെ ലോഡിലുള്ള വോൾട്ടേജും. ശരിയല്ല? അപ്പോൾ VZ എങ്ങനെ എഴുതാം? VZ നമുക്ക് VI ഇൻറ്റു RL ഡിവൈഡഡ് ബൈ R പ്ലസ് RL എന്ന് എഴുതാം. ക്ലിയർ? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണല്ലോ ഇത്. കാരണം VTH എന്ന് പറഞ്ഞാൽ എന്താണ്? VI ഇൻറ്റു RL ഡിവൈഡഡ് ബൈ R പ്ലസ് RL നമ്മളിവിടെ കണ്ടുപിടിച്ചു. എവിടെ അത്? VTH ഈസ് ഈക്വൽ ടു VI ഇൻറ്റു RL ഡിവൈഡ് ബൈ R പ്ലസ് RL. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കുന്നത് നമ്മൾ നെക്സ്റ്റ് എന്ത് വെച്ചാൽ നമ്മൾ രണ്ട് സൈഡും R പ്ലസ് RL കൊണ്ട് മൾട്ടിപ്ലൈയിങ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം. അപ്പോൾ VZ ഇൻറ്റു R പ്ലസ് RL ഈസ് ഈക്വൽ ടു VI ഇൻറ്റു RL. ക്ലിയർ? ഇനി എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ VZ ഇൻറ്റു R പ്ലസ് VZ ഇൻറ്റു RL ഈസ് ഈക്വൽ ടു VI ഇൻറ്റു RL. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് യുവർ RL ഈസ് ഈക്വൽ ടു VZ ഇൻറ്റു R ഡിവൈഡഡ് ബൈ VI മൈനസ് VZ. എന്താണ്? VI മൈനസ് VZ. ഓക്കെ, ദിസ് ഈസ് യുവർ ഇക്വേഷൻ. ഓക്കെ, ഈ RL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് യുവർ മിനിമം RL റിക്വയർഡ്. ഓക്കെ, നമ്മൾ മിനിമം RL അല്ലേ കാണുന്നത്. അപ്പോൾ ദിസ് ഈസ് യുവർ മിനിമം RL റിക്വയർഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഓർക്കുക VZ ഇൻറ്റു R ഡിവൈഡ് ബൈ VI മൈനസ് VZ. അപ്പോൾ മിനിമം RL ടേക്കൺ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കറണ്ട് ത്രൂ ദ ലോഡ് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി മാക്സിമം. ശരിയല്ലേ? അപ്പോൾ IL മാക്സിമം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? VL ഡിവൈഡഡ് ബൈ RL മിനിമം. ശരിയല്ലേ? അപ്പോൾ നമ്മളുടെ IL മാക്സിമം നമുക്ക് എങ്ങനെ എഴുതാം? യു വിൽ ക്യാൻ റൈറ്റ് IL മാക്സിമം ഈസ് ഈക്വൽ ടു VL ഡിവൈഡഡ് ബൈ RL മിനിമം. അപ്പോൾ VL എന്ന് പറഞ്ഞാൽ VZ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയും എഴുതാം VZ ഡിവൈഡഡ് ബൈ RL മിനിമം. ക്ലിയർ? ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ IRനെ കുറിച്ചാണ്. IR എന്ന് പറഞ്ഞാൽ എന്താണ്? IR എങ്ങനെ ഉണ്ടാവുക വെച്ചാൽ ഇപ്പോൾ നമ്മളുടെ IL മാക്സിമം ആണെങ്കിൽ വെൻ യുവർ IL ഈസ് മാക്സിമം ദെൻ IZ എന്താവും? മിനിമം ആയിരിക്കും. ഓക്കെ, IR വേരിയബിൾ ആണല്ലോ. അപ്പോൾ IL മാക്സിമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ IL എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അതുപോലെ തന്നെ IL മിനിമം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ IZ എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ IR നമുക്ക് എങ്ങനെ എഴുതാമെന്ന് പറഞ്ഞാൽ IR ഈസ് ഈക്വൽ ടു IL മാക്സിമം പ്ലസ് IZ മിനിമം.
ഓക്കെ. അപ്പോൾ ഐ സെഡ് മിനിമം ഇതിൻ്റെ അകത്ത് എങ്ങനെ എഴുതും? യുവർ ഐ സെഡ് മിനിമം ഈസ് ഈക്വൽ ടു ഐ ആർ മൈനസ് യുവർ ഐ എൽ മാക്സിമം. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഐ സെഡ് ഒന്നും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എന്ത് കിട്ടും? യുവർ ഐ സെഡ് മിനിമം ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് ഐ ആർ? ഐ ആർ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഐ ആർ എത്രയാണ്? ഐ ആർ വാട്ട് വിൽ ബി ആർ? ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? വി ഐ ഡിവൈഡഡ് ബൈ ഇതാ ഇവിടെ ഉണ്ടല്ലോ. ഐ ആർ എന്ന് പറഞ്ഞാൽ വി ഐ ഡിവൈഡഡ് ബൈ വി ഐ ഇതിൻ്റെ അകത്ത് കിട്ടും. ഐ ആർ എന്ന് പറഞ്ഞാൽ വി ഐ മൈനസ് വി സെഡ് അല്ലേ? ഇപ്പോൾ വി ഐ മൈനസ് വി സെഡ് ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഐ എൽ മാക്സിമം. ഓക്കെ, ദീസ് ആർ യുവർ ഇക്വേഷൻ ഫോർ യുവർ. അപ്പോൾ ഇനി മുതൽ ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. ആർ എൽ മിനിമത്തിൻ്റെ ഇക്വേഷനാണ് വി സെഡ് ഇൻറ്റു ആർ ഡിവൈഡ് ബൈ വി ഐ മൈനസ് വി സെഡ്. സിമിലർലി ഐ സെഡ് മിനിമത്തിൻ്റെ ഇക്വേഷനാണ് എന്ത്? ഐ സെഡ് മിനിമത്തിൻ്റെ ഇക്വേഷനാണ് വി ഐ മൈനസ് വി സെഡ് ബൈ ആർ മൈനസ് ഐ എൽ മാക്സിമം. ക്ലിയർ? ഇനി ഇതിൻ്റെ രണ്ടാമത്തെ കേസ് ഉണ്ടല്ലോ. എന്താ രണ്ടാമത്തെ കേസ്? വി ഹാവ് ടു ഫൈൻഡ് യുവർ കണ്ടീഷൻ ഫോർ മാക്സിമം ആർ എൽ. മാക്സിമം ആർ എൽ കിട്ടുന്ന കണ്ടീഷൻ പഠിക്കണ്ടേ? മാക്സിമം ആർ എൽ കിട്ടുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ വെൻ യുവർ ആർ എൽ ഈസ് മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഐ എൽ എന്താണ്? മിനിമമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഐ സെഡ് എന്താണ്? മാക്സിമം ആണ് അല്ലേ? പറഞ്ഞ മിനിമം ആകും, പറഞ്ഞ മാക്സിമം ആക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് പി സെഡ് എം എന്ത് കിട്ടും? ഇറ്റ് വിൽ ബി ഐ സെഡ് മാക്സിമം ഇൻറ്റു വി സെഡ്. ശരിയല്ലേ? പി സെഡ് എന്ന് വെച്ചാൽ മാക്സിമം പവർ അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ഐ സെഡ് മാക്സിമം എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ആസ് പി സെഡ് മാക്സിമം ഡിവൈഡഡ് ബൈ വി സെഡ്. ക്ലിയർ? ഐ എൽ മിനിമം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐ എൽ മിനിമം എന്ന് പറഞ്ഞാൽ യു വിൽ ഗെറ്റ് ആസ് ഐ ആർ മൈനസ് ഐ സെഡ് മാക്സിമം. നോഡൽ റൂൾ അപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പോൾ ഐ എൽ മിനിമം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതി. എന്താണ്? വി ഐ മൈനസ് വി സെഡ് ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഓഫ് ഐ സെഡിന് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? പി സെഡ് മാക്സിമം ഡിവൈഡഡ് ബൈ വി സെഡ്. ക്ലിയർ? ദിസ് ഈസ് യുവർ ഇക്വേഷൻ ഫോർ യുവർ ഐ എൽ മിനിമം. അപ്പോൾ നമുക്ക് ഐ എൽ മിനിമത്തിൻ്റെ ഇക്വേഷൻ കിട്ടി, നമ്മുടെ ഐ സെഡ് മിനിമത്തിൻ്റെ ഇക്വേഷനും കിട്ടി. ഇനി നമ്മൾ ആരെ കാണണം? അപ്പോൾ ഈ ഐ എൽ മിനിമം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എന്ത്? നമ്മൾ ഐ സെഡ് മാക്സിമം. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഓർത്താൽ മതി. ഐ എൽ മിനിമം എന്ന് പറഞ്ഞാൽ തന്നെയാണ് നമ്മൾ എന്ത്? ഐ സെഡ് മാക്സിമം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പറയണ്ട, നമ്മൾ ജസ്റ്റ് ഈ ഐ എൽ മിനിമം മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഐ എൽ മിനിമം മാക്സിമം ഒന്നും പറയണ്ട. ഓക്കെ, ഐ എൽ മിനിമം മാത്രം പഠിച്ചാൽ വെച്ചാലും മതി. അപ്പോൾ ഐ സെഡ് മാക്സിമം നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ഓക്കെ, മിനിമം കുറയും കൂടുന്നു മാത്രമേ പറയേണ്ട ആവശ്യമുള്ളൂ. ഐ സെഡ് മാക്സിമം കിട്ടി നിങ്ങൾക്ക്. ഒന്നാമത്തെ കാര്യം കിട്ടിയത് ഐ സെഡ് മാക്സിമം കിട്ടി, ഐ എൽ മിനിമം കിട്ടി. രണ്ടാമത്തെ കാര്യം സിമിലർലി ഈ കേസാണെങ്കിൽ നിങ്ങളുടെ ആർ എൽ മിനിമം കിട്ടി. ഇവിടെ നമുക്ക് ഐ സെഡ് മിനിമം കിട്ടി. ശരിയല്ലേ? അപ്പോൾ എല്ലാ കേസിലും ഇങ്ങനെ ഓരോ അസംഷൻസും ഓരോ റിസൾട്ട്സും ഉണ്ട്. ആ റിസൾട്ട്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കാര്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നോക്കേണ്ടത്. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ഐ എൽ മാക്സിമം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഐ എൽ മാക്സിമം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. ഐ എൽ മാക്സിമം എന്ന് പറഞ്ഞാൽ ഇതാ. അപ്പോൾ ഐ എൽ മാക്സിമം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ റിസൾട്ട് ഐ സെഡ് മിനിമം കിട്ടുന്നുണ്ട്, ആർ എൽ മിനിമം കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഐ സെഡ് മാക്സിമം കിട്ടി, ഐ എൽ മിനിമം കിട്ടി. ഇനി കിട്ടാനാണല്ലോ നമ്മൾ എന്ത്? ആർ എൽ മാക്സിമം, മൂന്നാമത്തെ റിസൾട്ട് അല്ലേ? അപ്പോൾ ആർ എൽ മാക്സിമം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് വിൽ ബി വി എൽ ഡിവൈഡഡ് ബൈ ഐ എൽ മിനിമം. ശരിയല്ലേ? മിനിമം ലോഡ് കറണ്ട് ഈക്വൽ ടു മാക്സിമം റെസിസ്റ്റൻസ്, ലോഡ് റെസിസ്റ്റൻസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു വി എൽ എന്ന് പറഞ്ഞാൽ വി സെഡ് തന്നെയാണ്. സോ വി സെഡ് ഡിവൈഡഡ് ബൈ യുവർ ഐ എൽ മിനിമം. ഓക്കെ, ദിസ് ഈസ് യുവർ തേർഡ് ഇക്വേഷൻ. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ 2-3 ഇക്വേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ വി എൽ വി സെഡ് ഈക്വൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ദിസ് ഈസ് യുവർ കണ്ടീഷൻ ഫോർ യുവർ മാക്സിമം ആർ എൽ. ഓക്കെ, ചെറിയൊരു പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചെറിയൊരു പ്രോബ്ലം ചെയ്തിട്ട് ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, യു റൈറ്റ് ദിസ് ആസ്. നമുക്ക് ആ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്. ആർ എൽ മിനിമവും അതുപോലെ ആർ എൽ മാക്സിമവും കാണാനുള്ള ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ അതിൽ പറയുമ്പോൾ ദിസ് ഈസ് യുവർ 20 വോൾട്ട്, this is your 222 ohm and you take this, ഇവിടെ ആർ എൽ എടുക്കുക. ഓക്കെ,
അപ്പോൾ VZ 10 വോൾട്ട് എടുക്കുക, PZ 400 മില്ലി വാട്ട് എടുക്കുക. ഇത് 200 എടുത്തോ. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇത് മാത്രം പറയാം, നിങ്ങൾ സോൾവ് ചെയ്യുന്നത് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ജസ്റ്റ് ഫോർമുലാസ് അപ്ലൈ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ R എത്രയാണ്? 200 ആണ്. അതുപോലെ VI എത്രയാണ്? 20 ആണ്. സിമിലർലി VZ എത്രയാണ്? 10 ആണ്. PZM എത്രയാണ്? 400 ആണ്. ശരിയല്ലേ? നിങ്ങൾ ആദ്യം ഇനീഷ്യലി കണ്ടുപിടിക്കേണ്ടത് IL മാക്സിമം കാണും. IL മാക്സിമം കാണുന്നത് എങ്ങനെയാണ്? VZ/R മിനിമം അല്ലേ? അപ്പോൾ നമുക്ക് R മിനിമം അറിയില്ല. അപ്പോൾ നമ്മൾ R മിനിമം കാണാൻ എന്ത് ചെയ്യണം? VZ × R ഡിവൈഡഡ് ബൈ VI മൈനസ് VZ. അപ്പോൾ VZ നമുക്കിവിടെ തന്നിട്ടുണ്ട് 10, R 200, VI തന്നിട്ടുണ്ട്, VZ തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു R മിനിമം കിട്ടുമല്ലോ, ഒരു R മിനിമം നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളത് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഈ R മിനിമം എടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ R മിനിമം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? IL മാക്സിമം കിട്ടും. ശരിയല്ലേ? ഈ IL മാക്സിമം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കാണേണ്ടത് നമ്മുടെ IZ മിനിമമാണ്, IZ മാക്സിമം ആണ്. അപ്പോൾ IZ മാക്സിമം എങ്ങനെ കിട്ടും? യുവർ IZ മാക്സിമം ഈക്വൽ ടു IZ മാക്സിമത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, എന്താണ്? PZM ഡിവൈഡഡ് ബൈ VZ. PZM തന്നിട്ടുണ്ട്, VZ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? IZ മാക്സിമം കിട്ടും അല്ലേ? ഇനി നമ്മൾ കാണേണ്ടത് IL മിനിമം ആണ്. IL മിനിമം കാണാനുള്ള ഇക്വേഷൻ എന്താ? IR മൈനസ് IZ മാക്സിമം. ശരിയല്ലേ? അപ്പോൾ IR കിട്ടണം. ഇതിൽ നിങ്ങൾക്ക് IR അറിയില്ലായിരുന്നു. അപ്പോൾ IR എങ്ങനെ കിട്ടും? IR യു വിൽ ഗെറ്റ് ആസ് VI മൈനസ് VZ ഡിവൈഡഡ് ബൈ R. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് IR കിട്ടും. ആ IRനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ IZ മാക്സ് ഇവിടെ കിട്ടി, അതെടുത്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ഗെറ്റ് യുവർ IL മിനിമം കിട്ടും. IL മിനിമം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കാണാം? യു ക്യാൻ ഈസിലി ഗെറ്റ് യുവർ RL മാക്സിമം. RL മാക്സിമം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് VZ ഡിവൈഡഡ് ബൈ IL മിനിമം. VZ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് IL മിനിമം കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? RL മാക്സിമം കിട്ടും. ക്വസ്റ്റ്യൻ കാണേണ്ടത് RL മാക്സിമം കാണാനും അറ്റ് ദ സെയിം ടൈം യുവർ RL മിനിമം കാണാനുമാണ്. അപ്പോൾ രണ്ടും നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി? ആൻസർ ചെയ്താൽ മതി. ഇതാണ് അതിൻ്റെ പ്രൊസീജിയർ. ആ ഫോർമുലാസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ ഫോർമുലാസൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക, അതിൻ്റെ പ്രൊസീജിയറൊക്കെ പഠിക്കുക. ഇങ്ങനെയാണ് കാര്യങ്ങൾ വരുന്നത്. വേരിയബിൾ ആയാലും ഇതായാലും ഇങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എടുക്കുന്നത്. ഓക്കെ, പ്രാക്ടീസ് ചെയ്താലേ കിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് വെക്കുക. ഞാൻ എന്തായാലും കുറച്ച് പ്രോബ്ലംസ് എന്തായാലും ചെയ്യിപ്പിക്കും. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു മിനി പ്രോബ്ലം ആയിട്ട് ഇത് കണ്ടാൽ മതി. അപ്പോൾ ഈ പ്രോബ്ലംസ് ഒക്കെ ഒന്ന് ബൈ ഹാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചാലും മതിയാവും. ഓക്കെ, അല്ലെങ്കിൽ ഫിഗർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അനലൈസ് ചെയ്യാം. അപ്പോൾ ഓരോ കണ്ടീഷൻ ഇതൊക്കെയാണെന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പെട്ടെന്ന് എന്ത് ചെയ്യും? ആൻസേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ വി വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.